ഇപ്പോൾ കമലഹാസൻ പറഞ്ഞ ഒരു കാര്യമാണ് വിവാദമായിരിക്കുന്നത്. അദ്ദേഹം തഗ് ലൈഫ് എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ തമിഴിൽ നിന്നാണ് കന്നഡ ഭാഷ ഉരുത്തിരിഞ്ഞതെന്ന് പറയുകയുണ്ടായി. ഇത് കന്നഡക്കാർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർ കരുതുന്നത് കന്നഡ ഭാഷയെ അവഹേളിക്കുന്നു എന്നാണ്. ഇതേ തുടർന്ന് പ്രതിഷേധക്കാർ തഗ് ലൈഫിൻ്റെ ബാനറുകൾ വലിച്ചു കീറുകയും കർണാടകയിൽ ഈ ചിത്രം വേണ്ട, ഞങ്ങൾക്ക് ഈ സിനിമ വേണ്ട എന്നുള്ള പ്രസ്താവനകളും ഇറക്കിയിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതുമായി ബന്ധപ്പെട്ട് കമലഹാസൻ ഇതുവരെ മാപ്പ് പറയാൻ തയ്യാറായിട്ടില്ല. താൻ പറഞ്ഞത് സത്യമെന്ന നിലയ്ക്കാണ് കമലഹാസൻ്റെ വാദം. അതിനാൽ തന്നെ തഗ് ലൈഫ് എന്ന സിനിമ കർണാടകയിൽ റിലീസാകാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഈ സിനിമ യാതൊരു കാരണവശാലും കർണാടകയിൽ പ്രദർശിപ്പിക്കില്ല എന്നാണ് കന്നഡ പ്രതിഷേധക്കാർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പല രാഷ്ട്രീയ പാർട്ടി നേതാക്കളും കന്നഡ നടനായ ശിവരാജ് കുമാർ, തമിഴ് സംവിധായകനും നടനും നാം തമിഴർ കക്ഷി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവുമായി സീമാൻ, ഇങ്ങനെയുള്ള പല താരങ്ങളും കമലഹാസനെ പിന്തുണച്ചും പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. എങ്കിലും കമലഹാസൻ്റെ തമിഴ് സിനിമാ മേഖലയിലെ നടനും ഉറ്റ സുഹൃത്തുമൊക്കെയായ രജനീകാന്തും, അദ്ദേഹം കന്നഡ മാതൃഭാഷക്കാരനാണ് രജനീകാന്ത്, അദ്ദേഹവും തമിഴ് വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവുമായ വിജയ് ഒന്നും ഈ വിഷയത്തിൽ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും കോളിവുഡിലുമൊക്കെ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കമലഹാസന് വേണ്ടി ഇവരാരും ശബ്ദമുയർത്താത്തത് എന്നാണ് പലരും പറഞ്ഞിരിക്കുന്നത്. പൊതുവിൽ സൗത്ത് ഇന്ത്യ ഭാഷാവാദത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണ്. ഒരു ഭാഷയെ ഇകഴ്ത്തിക്കൊണ്ട് മറ്റൊരു ഭാഷയെ പുകഴ്ത്തിയാൽ ഇവിടെ കലാപമുണ്ടാകാൻ ഇനി വേറെ ഒരു കാര്യവും വേണ്ട. അത്രമാത്രം ഭാഷാപരമായ ഭ്രാന്തന്മാരാണ് ഈ തമിഴ്നാട്ടിലെയും കർണാടകയിലുമെല്ലാം ജനങ്ങൾ. അതുകൊണ്ട് തന്നെ കമലഹാസൻ്റെ ഈ പ്രസ്താവന വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും ഒക്കെ വഴിതെളിക്കുമെന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്.